റഷ്യയും യുക്രൈനും തമ്മിൽ ജനീവയിൽ നടന്ന 2 ദിവസത്തെ ചർച്ചകൾ കാര്യമായ വഴിത്തിരിവുകളില്ലാതെ അവസാനിച്ചു. വാഷിംഗ്ടൺ അർത്ഥവത്തായ പുരോഗതി റിപ്പോർട്ട് ചെയ്തപ്പോൾ റഷ്യ മനഃപൂർവ്വം നടപടികൾ വൈകിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അതൃപ്തി രേഖപ്പെടുത്തി. ജനീവയിൽ നടന്ന ചർച്ചകൾ ചൊവ്വാഴ്ച വൈകിട്ട് വരെ നീണ്ടുനിന്നുവെങ്കിലും ബുധനാഴ്ച 2 മണിക്കൂർ മാത്രമേ നീണ്ടുനിന്നുള്ളൂ. US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ചർച്ചകളിൽ ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ചെങ്കിലും റഷ്യൻ പ്രതിനിധിയും വ്ളാഡിമിർ സെലൻസ്കിയും ചർച്ചകൾ വളരെ ഡിഫിക്കൾട്ട് എന്നാണ് സൂചിപ്പിച്ചത്. പ്രധാന ചർച്ചകൾക്ക് ശേഷം റഷ്യൻ പ്രതിനിധി വ്ളാഡിമിർ മെഡൻസ്കി വീണ്ടും ചർച്ചാവേദിയിലെത്തുകയും യുക്രൈനിയൻ പക്ഷവുമായി ഏകദേശം 1.5 മണിക്കൂർ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തുകയും ചെയ്തു. എന്നാൽ ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ ഒന്നും പുറത്തുവിട്ടിട്ടില്ല. യുക്രൈനിയൻസിനെ കൊല്ലാൻ സഹായിച്ചു എന്നാരോപിച്ച് ബെലറൂഷ്യൻ പ്രസിഡന്റ് അലക്സാണ്ടർ ലുകാഷെങ്കോയ്ക്കെതിരെ വ്ളാഡിമിർ സെലൻസ്കി ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സമാധാന സമിതിയായ ബോർഡ് ഓഫ് പീസ് ഗാസയിലെ റീകൺസ്ട്രക്ഷനെപ്പറ്റിയും സ്റ്റെബിലിറ്റി പ്ലാൻസിനെക്കുറിച്ചും ചർച്ച ചെയ്യാനായി ഇന്ന് വാഷിംഗ്ടണിൽ യോഗം ചേരും. സിറിയയിൽ അവശേഷിക്കുന്ന 1000 സൈനികരെ കൂടി 2 മാസത്തിനുള്ളിൽ പിൻവലിക്കാൻ അമേരിക്ക തീരുമാനിച്ചു. 2024 സൈനിക നിയമം പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട രാജ്യദ്രോഹ കേസിൽ മുൻ ദക്ഷിണ കൊറിയ പ്രസിഡന്റ് യൂൺ സുക് യോളിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. സോഷ്യൽ മീഡിയ കുട്ടികളിലുണ്ടാക്കുന്ന ദോഷഫലങ്ങളെക്കുറിച്ചുള്ള വിചാരണയിൽ മെറ്റ CEO മാർക്ക് സക്കർബർഗ് ലോസ് ഏഞ്ചൽസ് കോടതിയിൽ മൊഴി നൽകി. ചാഗോസ് ദ്വീപുകൾ മൗറീഷ്യസിന് കൈമാറാനുള്ള UK പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാമറുടെ തീരുമാനത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായി വിമർശിച്ചു.